പഹൽഗാമിൽ പാകിസ്ഥാനി ഭീകരർ ആക്രമണം നടത്തിയപ്പോൾ അതിനെതിരെ ശബ്ദിക്കാനും ഒപ്പം നിൽക്കാനും ഇന്ത്യ മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ തേടി. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ലോകത്തിൻ്റെ ഐക്യദാർഢ്യം ഉറപ്പിക്കാനാണ് പ്രത്യേക പ്രതിനിധി സംഘങ്ങളെ ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചത്. അന്ന് നാം ആഗ്രഹിച്ച അതേ രാജ്യാന്തര പിന്തുണക്ക് ഇന്ന് വെനിസ്വേലയിലെ ജനങ്ങൾക്കും അവകാശമുണ്ട്. മനുഷ്യ മനസാക്ഷിയെ അമ്പരപ്പിച്ച സാമ്രാജ്യത്വ നീക്കത്തെ ഗൗരവത്തോടെ കാണുന്നതിന് പകരം നിസ്സാരവൽക്കരിക്കാനും അമേരിക്കൻ വിധേയത്വം പ്രകടിപ്പിക്കാനുമുള്ള ത്വരയാണ് കേന്ദ്ര സർക്കാർ പ്രകടിപ്പിക്കുന്നത്. ഇത് സംബന്ധിച്ച വിദേശ മന്ത്രാലയത്തിൻ്റെ പ്രസ്താവനയിൽ അമേരിക്കയുടെ പേരുപോലും പരാമർശിക്കപ്പെട്ടില്ല. ഓരോ ദിവസവും ഇന്ത്യയെയും നമ്മുടെ പരമാധികാരത്തെയും അപമാനിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്ന അമേരിക്കൻ പ്രസിഡന്റിനെതിരെ ഒന്ന് പ്രതിഷേധിക്കാൻ പോലും കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നില്ല. രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസും അതേ വഴിയിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറക്കുമതി തീരുവ വീണ്ടും വീണ്ടും ഉയർത്തുമെന്ന് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുമ്പോഴും അതേ ട്രംപിൻ്റെ പേരിൽ ഒരു റോഡ് തന്നെ ഉണ്ടാക്കാൻ മത്സരബുദ്ധി കാണിക്കുന്ന തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരിനെയും നാം കാണുകയാണ്. ഇതിലാരും അത്ഭുതപ്പെടുന്നില്ല. അമേരിക്കയുടെ ഫണ്ടിങ്ങോടെ CIA ആസൂത്രണം ചെയ്ത വിമോചന സമരമെന്ന അട്ടിമറി സമരം നടത്തിയവർക്ക് അതേ ചെയ്യാനാവും. ഇവിടെ ഒരു കാര്യവും കൂടി നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. CIA പണം വാങ്ങിയതിനെക്കുറിച്ച് പറയുമ്പോൾ ആ കാലത്ത് CIAയിൽ നിന്ന് ഫണ്ട് വാങ്ങിയവരിൽ അന്നത്തെ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളും ഉണ്ടായിരുന്നു. അവയുടെ പ്രേതങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിലെ മാധ്യമരംഗം നിയന്ത്രിക്കുന്നുണ്ട്. അത്തരം മാധ്യമങ്ങളും വെനിസ്വേലയിലെ അമേരിക്കൻ അധിനിവേശത്തിന് മധുരം പുരട്ടാനാണ് ശ്രമിക്കുന്നത്. അവർക്ക് അതൊരു രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നാക്രമണമോ മനുഷ്യത്വത്തിനെതിരായ ക്രൂരതയോ അല്ല. പക്ഷേ ഈ നാട്ടിലെ സാധാരണക്കാരായ ഓരോരുത്തർക്കും ആശങ്കയും പ്രതിഷേധവും തോന്നേണ്ട ഒന്നാണ് പ്രസിഡന്റ് മഡുറോയെയും പത്നിയെയും തട്ടിക്കൊണ്ടുപോവുകയും വെനിസ്വേലയെ കടന്നാക്രമിക്കുകയും ചെയ്ത അമേരിക്കൻ നടപടി. ഇവിടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ആരാധനാലയങ്ങൾ പിടിച്ചെടുത്ത് പാണ്ഡികശാലകളാക്കുമെന്നും സ്ത്രീകളെ പൊതുസ്വത്താക്കും എന്നും മറ്റും CIA പണം വാങ്ങി മാരകമായ നുണ പ്രചരിപ്പിച്ചവർ ഇന്നും അതേ രീതി തുടരുന്നതാണ് കാണാൻ കഴിയുക.